ഡോക്ടർ മോഹൻ വർഗീസ്, ഈ പുറത്തു വന്ന മാധ്യമങ്ങളോട് പരസ്യമായ അല്ല ഈ നിലപാട് മാറ്റം സജി ചെറിയാൻ നടത്തിയത്. വാർത്താക്കുറിപ്പിറക്കി ഒളിച്ചോടുകയായിരുന്നു. നോക്കൂ, മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടേ ഇല്ലല്ലോ, പ്രതികരിച്ചിട്ടേ ഇല്ലല്ലോ. ശ്രീകൃഷ്ണരാജ്, ഇതിൻ്റെ ഒരു രീതിശാസ്ത്രം, ഇതൊരു 3 ദിവസമായി കാര്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആദ്യ ദിവസം ശ്രീ സജി ചെറിയാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പരാമർശം നടത്തുന്നു. വർഗീയ ചുവയുള്ള ഒരു പരാമർശമാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ തോന്നാവുന്ന രീതിയിൽ പറയുന്നതിൽ വാസ്തവമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായി ചുമതലയേറ്റ ഒരു മന്ത്രി ജയിച്ചു വന്ന സാമാജികരുടെ മതം നോക്കി കൃത്യമായ ചില സൂചനകൾ നൽകുകയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ആരോപിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അപകടം മനസ്സിലാക്കാതെയാണ് അടുത്ത ദിവസം പത്രലേഖകരുടെ മുമ്പിൽ ആ പറഞ്ഞത് ന്യായീകരിക്കുന്ന മന്ത്രിയെ കണ്ടു. പക്ഷേ 3-ാം ദിവസം ശരിയാണ് ഒരു ഭീരുവിനെ പോലെ പത്രക്കാരുടെ മുന്നിൽ വരാതെ ഒരു പ്രസ്താവനയിലൂടെ അച്ചടിച്ച് തയ്യാറാക്കിയ ഒരു പ്രസ്താവനയിലൂടെ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ പത്രക്കാർക്ക് അത് വിതരണം ചെയ്യുകയാണ്. താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചിരിക്കുന്നു. ഇനി നോക്കൂ, ഇതൊരു ലാർജർ സ്കീമിൻ്റെ ഭാഗം അല്ലേ എന്ന് സംശയിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, ഇതൊരു ഫീലറാണ്, ടെസ്റ്റ് ഡോസാണ്. ഇടതുപക്ഷത്തിൻ്റെ മാറി വരുന്ന ചിന്ത മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒരുപക്ഷെ വലിയ രീതിയിൽ ആശ്രയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കാര്യമായി ഇടതുപക്ഷം ഉയർത്തുന്ന ഒരു വാദത്തെ അംഗീകരിക്കുന്നില്ല, UDF-ലേക്ക് ചായുന്നു എന്ന ചിന്തയിൽ നിന്നുകൊണ്ട് ഒരു ഹൈന്ദവ ഏകീകരണം, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയുടെയും നായർ കമ്മ്യൂണിറ്റിയുടെയും ഒക്കെ ഏകീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമാകാവുന്ന രീതിയിൽ ഒരു തരം സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ സാമുദായിക സംഘടനകളെ മുന്നിൽ നിർത്തി നടത്താം എന്ന ഒരു ചിന്ത, അതിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ് ഒരു പക്ഷേ 2 പ്രസ്താവനകളിലൂടെ AK ബാലൻ്റെ പ്രസ്താവനയിലൂടെയും അതുപോലെ സജി ചെറിയാൻ്റെ അഭിപ്രായ പ്രകടനത്തിലൂടെയും വന്നത്. അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടേ 4 വോട്ടിന് വേണ്ടി തന്നെയാണ് ഇവിടെ പറഞ്ഞ വാദങ്ങളെല്ലാം ശരിയാണ്. ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും 4 വോട്ട് വളരെ പ്രധാനമാണ്. ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ട് UDF-നും LDF-നും വളരെ നിർണായകം തന്നെയാണ്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ. അത് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നതാണ്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി കേരളത്തിൽ 26-27% അത് N ബ്ലോക്കൊന്നും ഒരൊറ്റ മുന്നണിക്കല്ല വോട്ട് ചെയ്യുന്നത് എന്നതും അറിയാം. പക്ഷേ ഇവിടെ കൃത്യമായ ഒരു ഡയറക്റ്റീവ് ഒരുപക്ഷെ പാർട്ടി വേദികളിൽ നിന്നും പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാം തന്നെ, പാർട്ടി സെക്രട്ടറി എന്ന് പറയാനാവില്ല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് താൻ എന്തായാലും ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞ ആൾ തന്നെ, കടിച്ച പാമ്പ് തന്നെ വിഷമിറക്കുക, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക. അപ്പോഴും ശ്രീ പിണറായി വിജയൻ ഇതേക്കുറിച്ച്, മുഖ്യമന്ത്രി, ആദരണീയനായ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് സൈലൻസ് പുലർത്തുന്നു എന്നതാണ് വളരെ ദുരൂഹം. നോക്കൂ, AK ബാലൻ്റെ പ്രസ്താവനയും മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടില്ല. അത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടം നിയന്ത്രിക്കുന്നത്, ആഭ്യന്തര വകുപ്പ്. UDF വന്നാൽ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന പ്രസ്താവനയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി ആദ്യം തള്ളിപ്പറഞ്ഞു, പക്ഷേ പാർട്ടി ജനറൽ സെക്രട്ടറിയും പിന്നീട് കമാന്നൊരക്ഷരം അതേക്കുറിച്ച് സംസാരിച്ചില്ല. അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ആശയക്കുഴപ്പമുണ്ട്. എങ്ങനെ ഇനി അടുത്തൊരു 100 ദിവസം എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് കാര്യമായ ആശങ്കയും ആശയക്കുഴപ്പവും CPM-നുള്ളിലുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് ടെസ്റ്റിംഗ് വോട്ടേഴ്സാണ്. പ്രത്യേകിച്ച് SNDP-യുടെയും NSS-ൻ്റെയും സമുദായ നേതൃത്വമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഇടപെടുന്നു. ശ്രീ ജലീൽ പുനലൂർ, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇത്തരം പരാമർശങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. ഈ സജി ചെറിയാൻ ഇപ്പോൾ പറഞ്ഞു, AK ബാലൻ പറഞ്ഞു, മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നു, മറുവശത്ത് ദലീമയും V അബ്ദുറഹ്മാനും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി വേദികളിൽ വരുന്നു. നോക്കൂ, ഇത്തരം പരാമർശങ്ങൾ, സാന്നിധ്യം, ഇതൊക്കെയും ബോധപൂർവമല്ലെങ്കിൽ, ഒരു പദ്ധതി അല്ലെങ്കിൽ പിന്നെ എന്താണ്? വളരെ പെട്ടെന്ന്. അത് ഈ താങ്കൾ അടക്കമുള്ള BJP അനുഭാവികളുടെ ഒരു പ്രശ്നമാണ്. ഒരു മന്ത്രിയുടെ ഒരു സന്ദർശനം കൊണ്ടോ ഒരാളുടെ പ്രസ്താവന കൊണ്ടോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് ആശ്രയിക്കാം എന്നുള്ളത് ഒരു സംഘപരിവാർ ചിന്തയാണ്. ഇത് കേരളമാണ്. വിദ്യാസമ്പന്നനായ മലയാളിയുടെ മുമ്പിൽ ഒരു സജി ചെറിയാന്റെ പ്രസ്താവന കൊണ്ട് ഹിന്ദുക്കളുടെ വോട്ടോ അദ്ദേഹത്തിന്റെ ഖേദപ്രകടനം കൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ടോ ഒന്നും കിട്ടുമെന്നുള്ളത് ആ വാദം നിരർത്ഥകമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറയാം. മുകളിൽ നമ്മുടെ വക്കീൽ അദ്ദേഹം പറഞ്ഞതുപോലെ വർഗീയത കുത്തിപ്പൊക്കി വികസനം തടയാനുള്ള മത തീവ്രവാദികളുടെ എല്ലാ നീക്കത്തെയും ഞങ്ങൾ അഥവാ കേരളം തടയുമെന്ന് അദ്ദേഹം വേറൊരു അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്.
വളരെ കറക്റ്റ്. അതൊരു സെൽഫ് ഗോളാണ് അദ്ദേഹം അടിച്ചത്. കേരളത്തെ സംബന്ധിച്ച് ഒരു വർഗീയവാദിയുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെയും പോപ്പുലർ ഫ്രണ്ടുകാരന്റെയും ഒപ്പം നിങ്ങളറിയാൻ RSSകാരന്റെയും ഒരു നീക്കവും കേരളത്തിൽ നടക്കില്ല. പിന്നെ BJP നേതാവിന്റെ 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ, കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ചൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിരവധി അവാർഡുകൾ നേടിക്കൊണ്ടാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും സാക്ഷര സമ്പന്നനായ മലയാളി കേരളത്തിൽ BJPയെയും കേരളത്തിലെ ഒന്നാന്തരം വർഗീയവാദത്തെ പുൽകുന്ന വ്യക്തിയാണ് INLയുടെ നേതാവെന്ന ബോധ്യം കൂടി ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാകണം. നിങ്ങളും ഒന്നാന്തരം വർഗീയവാദിയല്ലേ? 10ാം ക്ലാസ് ജയിച്ചു വന്ന കുട്ടിയെ സ്റ്റേജിൽ കയറ്റി ഇറക്കി വിട്ട സമയത്ത് നാട്ടലോടുകൂടി എന്തിനാണോ മതത്തിന്റെ പേരും പറഞ്ഞ് ഇറക്കി വിട്ടതെന്ന് ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്ത വാഴപ്പിണ്ടി വെച്ച നാട്ടിലുള്ളവന്മാരുടെ പാർട്ടിയോടോ INL എന്ന് പറയപ്പെടുന്നത് INLന്റെ പ്രതിനിധിയല്ലേ താങ്കൾ? താങ്കൾ BJPയെ കുറിച്ച് കുറ്റം പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത ഒരു മന്ത്രി കൂടിയാണ് താങ്കളുടെ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. ആ കൊച്ചി അങ്ങാടിയിൽ കിടന്ന് നടക്കുന്നുണ്ടല്ലോ ഒരു കാലഘട്ടത്തിൽ സ്പോർട്സിന്റെ ഏതോ ഒരു വ്യക്തി വരുമെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ പാർട്ടി നിങ്ങളുടെ തന്നെയല്ലേ? രാഷ്ട്രീയത്തിനകത്ത് യാതൊരുവിധ വ്യക്തിത്വമില്ലാതെ, രാഷ്ട്രീയത്തിനകത്ത് യാതൊരുവിധ ആദർശവുമില്ലാതെ, രാഷ്ട്രീയത്തിനകത്ത് യാതൊരുവിധ പ്രത്യയശാസ്ത്രമില്ലാതെ മതം 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 എന്ന് മാത്രം പറഞ്ഞു കിടക്കുന്ന വൃത്തിഹീനന്മാരായ വർഗീയവാദികൾക്ക് വേണ്ടി കയ്യുകൊട്ടുന്ന, അവർക്ക് വേണ്ടി ജയ് വിളിക്കുന്ന നാണം കെട്ട INLന്റെ പ്രതിനിധി ഞങ്ങളോട് സംസാരിക്കാൻ വരുമോ? BJPയോട് സംസാരിക്കാൻ വരുമോ? ഈ ചർച്ച ഇങ്ങനെ അവസാനിക്കാം.